എല്ലാ മച്ചന്മാർക്കും സുമേഷ് ട്രാവലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഒതുങ്ങോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞാൻ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഏതായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. നമുക്ക് ഇന്നൊരു ലൈവ് ഡ്രോയിങ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇപ്പോൾ സാധാരണ ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്തിട്ട് ചെയ്യാൻ ഭയങ്കര മടിക്കുന്ന ആളുകളാണ്. അപ്പോൾ പലർക്കും ചിലപ്പോൾ സാധിക്കാത്ത ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ വരച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും, അയാളുടെ റിയാക്ഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പറ്റിയ ഒരാളെ തിരഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ ഇതുവരെയും കിട്ടിയില്ല. നമ്മൾ റോഡ് സൈഡ് ആരെയും കച്ചവടം ചെയ്യുന്ന സാധാരണക്കാർ പാവങ്ങളുണ്ടാവില്ല, അപ്പോൾ അവർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. വെയിലെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പാലക്കാട് കോട്ടൻ്റെ ഒക്കെ അടുത്താണ്. സിഗ്നൽ കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഇപ്പുറമാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല ബഹളമാണ്, സൗണ്ടൊന്നും നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഇവിടെ ഒരു ചേട്ടൻ ഇളനീര് വെക്കുന്നുണ്ട്. നമുക്ക് ഞാൻ ആ പുള്ളിക്കാരനൊന്ന് കാണിച്ചു തരാം. മൂപ്പരെ ഒന്ന് വരയ്ക്കാം, കാരണം കുറേ നേരം നോക്കിയിരുന്ന് വരയ്ക്കാനും പറ്റില്ല, മെയിൻ റോഡാണ്. ഒരു സ്റ്റില്ല് ഞാൻ എടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് അതുപോലെ തന്നെ പുള്ളിനെ ഇവിടുന്ന് നമ്മൾ ഓപ്പോസിറ്റ് നിന്നിട്ട് വരയ്ക്കാൻ പോവുകയാണ്. എങ്ങനെ ആവും എന്നുള്ളതൊക്കെ കണ്ടറിയാം. നീയുമില്ല നമ്മളാകണം, നമുക്ക് നമ്മളെ പകുത്തു പങ്കുവയ്ക്കണം. പ്രണയമേ കലഹമേ. ഞാനിവിടെ കുറേ നേരം നിന്ന് പുള്ളിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റോഡിൽ കൂടി പോകുമ്പോൾ ആളുകൾക്ക് കൈയൊക്കെ കാണിച്ചിട്ട് ഇളനീര് മേടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അധികാരം മേടിച്ചിട്ടില്ല ഇതുവരെ. നമുക്ക് ഏതായാലും ഒരെണ്ണം കഴിക്കണം. അപ്പോൾ അതിനു മുമ്പ് ഇതൊന്ന് വരച്ചിട്ട് നമുക്ക് പുള്ളിക്ക് കൊടുത്തു നോക്കാം എങ്ങനെ ഉണ്ടാവും റിയാക്ഷൻ എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ ഇരുന്നിട്ടൊന്ന് വരയ്ക്കാൻ പോകുന്നു. സ്ഥലമൊന്നുമില്ല ഇവിടെ. അപ്പോൾ ഇവിടെ സൈഡിൽ തുടങ്ങി ഇരുന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കമ്മീഷൻ പോർട്രേറ്റിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അടുത്തുള്ള ആളുകൾക്ക് വരച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. ഒന്ന് രണ്ട് പേർക്ക്, ഒരാളെന്നല്ല, നമ്മളിപ്പോൾ എടുത്തു പറയാനൊന്നും പറ്റില്ല. ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയാത്തവരൊന്നുമില്ലെങ്കിൽ അറിയാത്തതുകൊണ്ടായിരിക്കും. അല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കുറച്ച് മേടിക്കാനുള്ളൊരു ടെൻഡൻസി ഉള്ള ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ അധ്വാനം അവരറിയില്ല. അവർ മാക്സിമം എത്രത്തോളം ചുരുക്കിയിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് വിലപേശാൻ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരും അധികം അടുത്തുള്ള ആളുകൾക്കൊന്നും നമ്മൾ ചോദിച്ചിട്ട് കൊടുക്കാറില്ല. ആരെയും ഇങ്ങോട്ട് തേടി വന്നാൽ മാത്രമേ എമൗണ്ട് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാറുള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി അറിയാവുന്നവർ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ, അതിനുള്ളിൽ ചെയ്തു തരണമെന്ന്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതും ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ മറ്റു ചിലരങ്ങനെയല്ല. ചെയ്ത് കൊടുത്തതിന് ശേഷം ചിലപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിന് ഇത്ര വേണോ അത്ര വേണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വരച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ഭയങ്കര വിഷമമുണ്ടാകുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറഞ്ഞ് ഡീലാക്കിയിട്ടാണ് വരച്ചു കൊടുക്കാറ്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്കൊരു മനസ്സിന് സംതൃപ്തിയുള്ളൊരു സംഭവമാണ്. ഒട്ടും പ്രതീക്ഷിക്കില്ല ഈ ഒരു സാധാരണക്കാരെങ്ങനെ ജീവിതത്തിൽ ഒരു പടം വരച്ച ആൾക്ക് കിട്ടുന്നുള്ളത്. അപ്പം അങ്ങനെ ഉള്ള ഒരാൾക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്, ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. അച്ഛനെ നമ്മൾ ഏറെക്കുറെയൊക്കെ വരച്ച് 1 മണിക്കൂറാണ് ടൈം എടുത്തത്. അതിനുള്ളിൽ വരയ്ക്കാൻ പറ്റുന്നതൊക്കെ വരച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ടൊക്കെ വരയ്ക്കുന്ന ഡ്രോയിങ് 1 മണിക്കൂർ കൊണ്ടാണ് വരച്ചത്. ഇപ്പോൾ ലൈവ് ഡ്രോയിങ് പോലെ തന്നെ, പക്ഷെ ഇവിടുന്ന് പുള്ളിനെ നോക്കിയിട്ട് വരയ്ക്കാനുള്ളൊരു ഇതില്ല. വണ്ടികളൊക്കെ പോകുന്ന കാരണം പിന്നെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കല്ലേ. ഞാൻ ചെറിയൊരു സ്റ്റില്ലെടുത്തു. അപ്പോൾ അത് വെച്ചിട്ട് ഏറെക്കുറെയൊക്കെ അങ്ങോട്ട് വരയ്ക്കുകയാണ്. ഏതായാലും നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം. പോയി കഴിഞ്ഞിട്ട് ഒരു ഇളനീരൊക്കെ കുടിച്ചിട്ട് പുള്ളി എന്താ പറയുന്നത് നോക്കാമല്ലേ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ റോഡ് സൈഡ് ഒരാളുടെ പടം വരച്ചു കൊടുക്കുന്നത്. എന്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ യൂട്യൂബൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ടോ? പിള്ളേരുടെ കൊച്ചുമക്കളുടെ കാണോ അതോ മക്കളാ? ടി വിയിൽ വരില്ല, നമ്മൾ യൂട്യൂബ് എന്ന് പറയില്ലേ, അതിൽ വരും. പേരെന്താണ്? ആൻ്റണി. വീടെവിടെയാ? ഇന്നോ കയറാം. മാസ്ക് ഒന്ന് മാറ്റി. അപ്പോൾ നമ്മളറിയുന്നവരായിരിക്കും ഇവിടെ വന്ന് കഴിക്കൂല്ലേ? അപ്പോൾ ഒന്ന് കഴിച്ചോട്ടെ അല്ലേ? നല്ല കൊടുക്കൂലേ? ഒന്നാം തരം തരുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ഫോട്ടോ ഉണ്ടോ?
വരച്ച ഫോട്ടോ ആരെങ്കിലും തന്നിട്ടുണ്ട് ഇതുവരെ? ഫോട്ടോ വരച്ചിട്ട് ആരെങ്കിലും തന്നിട്ടുണ്ട് ഇതുവരെ? കുട്ടികൾ വരയ്ക്കുക, അതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലാതെ വേറെ ആരും തന്നിട്ടില്ലല്ലോ. എന്നാലേ ഞാൻ ചെറിയൊരു ആർട്ടിസ്റ്റാണ്. അപ്പുറത്തിരുന്നിട്ട് അപ്പാപ്പൻ്റെ ചെറിയൊരു പടം വരച്ചാണ് ചായ കുടിക്കുന്ന നേരത്തിൽ. ഇങ്ങനെ ആരെങ്കിലും തന്നിട്ടില്ല ജീവിതത്തിൽ? ഇല്ല, ആരും തന്നിട്ടില്ലല്ലോ. ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വരച്ചു കൊടുക്കാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയാണ്. ഞാൻ ഇഷ്ടപ്പെട്ടാ എങ്ങനെയുണ്ട് പറ? അടിപൊളിയായി, സൂപ്പറായി, ഇഷ്ടപ്പെട്ടു. കുറെ കാലം അങ്ങനെ വെക്കില്ല, സൂക്ഷിച്ച് വെക്കില്ലേ? ഇതെന്താണെന്ന് അറിയോ? എനിക്കിപ്പോൾ സമയമില്ല. നേരെ കൊണ്ടുപോയിട്ട് പിള്ളേരുടെ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ലാമിനേഷൻ ചെയ്തു തരും. 30 രൂപ 40 രൂപ അത് ചെയ്തിട്ട് വീട്ടിലെടുത്ത് വെക്കും കേട്ടോ. ശരി. ഇപ്പോൾ വരച്ച ഫോട്ടോ എങ്ങനെയുണ്ട്? ഇത് സ്ഥലം നമ്മുടെ പാലക്കാട് കോട്ടയ്ക്ക് തിരിയുന്നതിൻ്റെ അവിടെ സിഗ്നലിൻ്റെ അവിടെയാണ്. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ തൊട്ടപ്പുറത്ത് ചേട്ടനും ഇപ്പുറത്ത് ചേച്ചി ഇരിക്കുന്നു. കഴിക്കുക, ഇളനീരാണ് ഇവിടെ. ഒരബദ്ധം പറ്റി, ഞാൻ കുടിച്ചും കൊണ്ട് ഫോണിൽ സംസാരിച്ചിട്ട് അങ്ങനെ പോകുന്നു. പുള്ളി വിചാരിച്ച് പടം വരച്ചു കൊടുത്തുകൊണ്ട് കാശൊന്നും മേടിക്കണമെന്ന് പുള്ളി ആ ശരിയെന്നും പറഞ്ഞു. കൊടുക്കാതെ പോകണത് മോശമില്ല, മറന്നതാണ് കേട്ടോ. പൈസ മേടിച്ചില്ലല്ലോ. അതെയോ? പുള്ളിക്ക് ഭയങ്കര ഹാപ്പി. ആൻ്റണി ചേട്ടനാണ്, ഇവിടെ ചുണ്ണാമ്പാറയിലാണ് വീട്. അപ്പോൾ ഈ വഴി ആരെങ്കിലുമൊക്കെ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പുറകിൽ ഈ നമ്മുടെ സിഗ്നലിൻ്റെ കോട്ടയ്ക്ക് അവിടേക്ക് വരുന്ന സിഗ്നലിൻ്റെ തൊട്ടടുത്താണ് പുള്ളിയുടെ ഇത്. പാവം ചേട്ടനാണ്. അപ്പോൾ ഒന്ന് ഒരു ഇളനീര എന്തെങ്കിലും കഴിച്ചിട്ട് പോവുക. സ്ഥലം മനസ്സിലായില്ല, നമ്മുടെ പാലക്കാട് കോട്ടൻ്റെ ഒക്കെ അടുത്താണ് ആ സിഗ്നൽ. നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകുന്ന സിഗ്നൽ നേരായി കോട്ടയുടെ കയറുന്നതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് പോവുക.